ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേതൽ ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആയിട്ടാണ്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലാണ്. അതോടൊപ്പം തന്നെ കളറ് തന്നെ ഒരു പ്രത്യേക കളറാണ് കേട്ടോ. നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല, നേരിട്ട് നല്ലൊരു പ്രത്യേക കളറാണ് ഇതിൻ്റെ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരു 10-12 എടുത്തോളൂ. ഒരു ചിക്കനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ചെറിയ ചിക്കനൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കുറച്ച് വെളുത്തുള്ളി വേണം, ഒരു കൈ നിറയെ ചെറിയുള്ളി വേണം, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും വേണം. അപ്പം ഈ ഒരു വറ്റൽമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം നമുക്കിത് മാറ്റാം. ഇനി സെയിം പാനിലോട്ട് തന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകവും 1 ടീസ്പൂണ് വലിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ടൊന്ന് ഒരു കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ലാവുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. അപ്പോൾ നമ്മുടെ വറ്റൽ മുളകും ഈ ഒരു ജീരകവും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഫസ്റ്റ്. അപ്പം വറ്റൽമുളകിൻ്റെ ഞെട്ടിയൊക്കെ വേണമെങ്കിൽ കളഞ്ഞോളൂ കേട്ടോ. അപ്പം ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ നേരത്തെ എടുത്ത ഒരു കൈ നിറയെയുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കനിലോട്ട് നമ്മളുടെ ഇപ്പോൾ ഈ പൊടിച്ച് വെച്ചിട്ടുള്ള വറ്റൽ മുളകും ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും അതോടൊപ്പം തന്നെ ചെറിയ ഉള്ളിയും കൂടി ചേർത്തത് ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങളിനി ചേർക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മൾ മുളക് പൊടി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സാധാ മുളക് പൊടി വേണ്ട. ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ഒരു ചെറുനാരങ്ങേൻ്റെ നീരും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ആദ്യം മസാലയാക്കാം. നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. അത് ഇതിനൊപ്പം ചേർത്താൽ മതി. എന്നാലും നമ്മൾ വറ്റൽമുളക് അത്യാവശ്യം കൂടുതൽ എടുക്കുമ്പം നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്തിട്ട് പൊടിച്ചാൽ പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ എന്തായാലും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു നുള്ള് ഫുഡ് കളറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മസാല ആക്കി വെക്കാം. എല്ലായിടത്തും നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഇങ്ങനെ തിരുമ്മി കൊടുക്കുക. അപ്പം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മുടെ ഉള്ളിയും എല്ലാം എത്തും. എന്നിട്ട് ഒരു 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പൊരിക്കുന്നതാണ് നല്ലത്. അപ്പം നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുക, ഇളക്കരുത്. ഒരു 5 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ എണ്ണയിലോട്ട് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കുമ്പം അതിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ പോവും. കോട്ടിങ് അല്ല, ഉള്ളിൻ്റെയൊക്കെ ആ മസാലയാണ്. അപ്പോൾ അത് എണ്ണയിൽ അങ്ങനെ പോകും. അപ്പം ഒരു 1/4 വേവൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഏകദേശം കോരി മാറ്റാനാവുന്ന സമയത്ത് ഒരു മുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലാവും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ജീരകമൊക്കെ പ്രത്യേകം ചേർക്കുന്നതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ്, നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൊണ്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഒരു ബ്ലാക്ക് റെഡ് ആയിട്ടാണ് നമുക്ക് ഇത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റുമ്പം കിട്ടുന്നത്. നല്ലൊരു കളറാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ്. ഈ റെസിപ്പീൻ്റെ കൂടെ തന്നെ ഞാൻ നിങ്ങൾക്കൊരു ആപ്പിനെ കൂടെ പരിചയപ്പെടുത്തുകയാണ്. പ്ലേ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ട്രെൽ എന്നുള്ള ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്രെൽ ആപ്പിൽ നമ്മൾ പുതിയൊരു ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ട്രെൽ ആപ്പിൽ താഴെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ഷോപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെൽ കമ്മ്യൂണിറ്റി സ്റ്റോറിന് കാണും. അവിടെ നമ്മൾ ഉമ്മച്ചിൻ്റെ അടുക്കള എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഉമ്മച്ചിൻ്റെ അടുക്കള സെർച്ചിങ് ലിസ്റ്റിൽ വരും. അത് തുറന്നിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് തുടർന്നും നിങ്ങൾ യൂട്യൂബിൽ തന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ട്രെല്ലിലും നമ്മളെ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി അമർത്തുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.